ഹലോ ആൾ ഡോട്ട് നെറ്റ് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ യൂസ് ചെയ്തിട്ട് നമ്മുടെ SQL സെർവറിനകത്ത് ഒരു പുതിയ ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ആ ഡാറ്റാബേസിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ ചെയ്ത സെയിം പ്രോജക്റ്റ് തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു മോഡലുണ്ട്, കാറ്റഗറി മോഡൽ. ഈ മോഡലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 3 ഫീൽഡാണുള്ളത്: ID, നെയിം, ഡിസ്പ്ലേ, ഓർഡർ. ഈ 3 ഫീൽഡാണുള്ളത്. ഞാൻ മോഡൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ID ഫീൽഡ് ID എന്നോ കാറ്റഗറി ID എന്നോ അല്ല കൊടുക്കുന്നതെങ്കിൽ നമ്മളത് പ്രൈമറി കീ ഫീൽഡായിട്ട് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കീ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വഴി ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ടേബിളിനകത്ത് ഒരു പ്രൈമറി കീ ഫീൽഡ് മാൻഡേറ്ററി ആണ്. നമ്മൾ ഈ ഫീൽഡ് ID ആയിട്ടോ കാറ്റഗറി ID ആയിട്ടാണോ കൊടുക്കുന്നതെങ്കിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ബൈ ഡിഫാൾട്ട് ഈ ഫീൽഡിനെ പ്രൈമറി കീ ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ നമ്മൾ ഇത് ID അല്ല, IDക്ക് പകരം ഞാൻ വേറെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഒരു എക്സെപ്ഷൻ അടിക്കും. നമുക്ക് ഇത് ഈ ഫീൽഡ് ID 1 2 3 എന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഫംഗ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് എഴുതുക നമ്മളുടെ DB കോണ്ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ PROP എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അടിച്ചാൽ മതി. പ്രോപ്പർട്ടിക്കകത്ത് നമ്മളുടെ റിട്ടേൺ ടൈപ്പായിട്ട് കൊടുക്കാൻ പോകുന്നത് ഞാനൊരു DB സെറ്റ് ആണ്. DB സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മോഡലിന്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. നമ്മളുടെ മോഡലിന്റെ പേര് കാറ്റഗറി. നമ്മുടെ മോഡലിന്റെ പേര് കാറ്റഗറി എന്നാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രോപ്പർട്ടിക്ക് നെയിം കൊടുക്കാം. ഈ കൊടുക്കുന്ന പേരിലുള്ള ടേബിൾ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേരിലായിരിക്കും ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഞാൻ കാറ്റഗറീസ് എന്ന് പറയുന്ന പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കാറ്റഗറീസ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും സെറ്റിംഗ് മാത്രം ചെയ്താൽ മതി. നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു DB സെറ്റ് പ്രോപ്പർട്ടിയുടെ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറിൽ. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് എവിടെയായിരുന്നു? ടൂൾസ്, നഗറ്റ് പാക്കേജ് മാനേജറിനകത്ത്, പാക്കേജ് മാനേജർ കൺസോളിനകത്ത്. നമുക്ക് ഇവിടെയാണ് നമ്മളുടെ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്തത്. ഇനി നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്, 2 കമാൻഡ്സ് ആണ് നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ കമാൻഡ് നമുക്ക് ആദ്യമേ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈഗ്രേഷൻ ക്വറി നമ്മൾ ആദ്യമേ ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡാണ് ആഡ് -മൈഗ്രേഷൻ. എന്നിട്ട് ഈ മൈഗ്രേഷന് ഒരു മീനിങ് ഫുൾ നെയിം കൂടെ കൊടുക്കണം. നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാറ്റഗറി ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആഡ് കാറ്റഗറി ടേബിൾ. ഓക്കെ, നമ്മൾ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ മൈഗ്രേഷൻ ജനറേറ്റ് ചെയ്യാം. ഞാനത് എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ നമുക്കൊരു എക്സെപ്ഷൻ കിട്ടിയിട്ടുണ്ട്. റിക്വയർസ് എ പ്രൈമറി കീ ടു ബി ഡിഫൈൻഡ്. അതെന്താണ് കാരണം? നമ്മളുടെ കാറ്റഗറി മോഡലിൽ നമ്മൾ ID 1 2 3 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഒന്നുകിൽ ID എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കാറ്റഗറി ID എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് വേറെ ഏതെങ്കിലും നെയിം കൊടുക്കണമെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മളിവിടെ പ്രൈമറി കീ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഈ 3 രീതിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സെപ്ഷൻ കിട്ടും. ഇപ്പം ഞാൻ കീ കൊടുക്കുന്നില്ല, പകരം നമുക്ക് ഡീഫാൾട്ട് ആയിട്ടുള്ള ID എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാനിവിടെ സെറ്റ് ചെയ്യാം. എനിക്ക് ID എന്ന് പറയും. അപ്പം ഈ IDനെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ പ്രൈമറി കീ ആയിട്ട് ബൈ ഡിഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തോളും. നമുക്ക് നമ്മുടെ കമാൻഡ് ഒന്നും കൂടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. പഴയ കമാൻഡ് ഒന്നും കൂടെ എടുക്കാൻ നമുക്ക് ജസ്റ്റ് അപ്പ് ആരോ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റർ ചെയ്യാം. അപ്പം ആ മൈഗ്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ളത് നമുക്ക് ഈ മൈഗ്രേഷൻ ഇൻ കേസ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റിമൂവ് മൈഗ്രേഷൻ കൊടുത്താൽ മതി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഈ മൈഗ്രേഷൻ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനകത്ത് ഒരു പുതിയ
ഫോൾഡർ കൂടെ ക്രിയേറ്റ് ചെയ്യും. മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഫോൾഡർ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫയലോട്, അതായത് നമ്മൾ കൊടുത്ത മൈഗ്രേഷന്റെ പേര് വെച്ചിട്ടുള്ള ഒരു ഫയലും കൂടെ ഇതിനകത്ത് ജനറേറ്റ് ആവും. നമ്മൾ കൊടുത്ത മൈഗ്രേഷന്റെ പേരെന്തായിരുന്നു? ആഡ് കാറ്റഗറി ടേബിൾ. ആ പേര് വെച്ചിട്ട് ഒരു റാൻഡം ഫയൽ ഇവിടെ ജനറേറ്റ് ആവും. ഈ ഫയലിനകത്ത് രണ്ട് മെത്തേഡ്സ് ഉണ്ടാവും, ഒന്ന് അപ്പ്, ഒന്ന് ഡൗൺ. ഈ അപ്പ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമ്മളുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആണ് ജനറേറ്റ് ആവുന്നത്. അതായത് ക്രിയേറ്റ് ടേബിൾ, കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ID, നെയിം, ഡിസ്പ്ലേ ഓർഡർ എന്ന് പറഞ്ഞ 3 ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഇതിനകത്തുള്ള പ്രൈമറി കീ നമ്മളുടെ ID ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ആണ് അപ്പ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് ജനറേറ്റ് ആവുക. ഡൗൺ എന്ന് പറയുന്ന മെത്തേഡ് ഇതിനകത്ത് ആ ടേബിളിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മൈഗ്രേഷൻ ജസ്റ്റ് ആ ക്വറി ജനറേറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് ഡേറ്റാബേസിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ഈ അപ്പ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൺ ആവുകയും നമ്മുടെ ഡേറ്റാബേസിനകത്ത് ടേബിൾ ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഇൻ കേസ് നമുക്ക് റോൾ ബാക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈഗ്രേഷൻ റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ എന്ന് പറയുന്ന മെത്തേഡ് എക്സിക്യൂട്ട് ആവുകയും നമ്മുടെ ടേബിൾ അത് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും. ഇനി നമ്മുടെ ഡേറ്റാബേസിൽ MVC ടെസ്റ്റ് ടേബിൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇതിനകത്ത് നമുക്ക് ടേബിൾസ് ഒന്നും കാണാൻ കഴിയില്ല. ഇപ്പം ഇതിനകത്ത് ടേബിൾസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് മൈഗ്രേഷൻ ഹിസ്റ്ററി നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തും ഡേറ്റാസ് ഒന്നും ഉണ്ടാവില്ല. ഇതിനകത്തും ഡേറ്റാസ് നള്ളാണ്. ഇനി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ അടുത്ത കമാൻഡ് നമുക്ക് പാക്കേജ് മാനേജ് കൺസോളിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇതിന് അപ്ഡേറ്റ് -ഡേറ്റാബേസ്, നമുക്ക് ഈ കമാൻഡും കൂടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഡേറ്റാബേസിൽ പോയിട്ട് ആദ്യമേ നമുക്ക് നമ്മുടെ ടേബിൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ടേബിൾ നമുക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറീസ് എന്ന് പറയുന്ന ടേബിൾ നമുക്കിവിടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഇവിടെ നമുക്ക് 3 കോളംസ് ആഡ് ആയിട്ടുണ്ട്. ID ഫീൽഡ് പ്രൈമറി കീ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നെയിം nvarchar max ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഞാൻ അവിടെ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ബൈ ഡിഫാൾട്ട് nvarchar max ആയിട്ട് ഇവിടെ സെറ്റ് ആവും. ഇനി നമ്മളുടെ മൈഗ്രേഷൻ ടേബിൾ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈഗ്രേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ആഡ് കാറ്റഗറി ടേബിൾ എന്ന് പറയുന്ന ഇത് നമ്മൾ കൊടുത്ത നെയിമാണ്. ഈ ടേബിൾ, ഈ ഫീൽഡ് ഇത് അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഓരോ പ്രാവശ്യവും മൈഗ്രേഷൻ നടക്കുമ്പോഴും അത് ഈ മൈഗ്രേഷൻ ടേബിളിനകത്ത് അതിന് കറസ്പോണ്ടിങ് ഒരു റോ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റാബേസിനകത്ത് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്തത് ഇത്ര മാത്രമാണ്. നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു പ്രൈമറി കീ ഫീൽഡ് ഉണ്ടാവണം, അതിനകത്തുള്ള ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ആഡ് ചെയ്തു. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ആഡ് ചെയ്തിട്ട് നമ്മളുടെ DB കോണ്ടെക്സ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മളൊരു DB സെറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആഡ് മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ഡേറ്റാബേസ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേരിൽ ഒരു ടേബിൾ നമ്മുടെ ഡേറ്റാബേസിനകത്ത് ക്രിയേറ്റ് ആവും. ഈ രീതിയിലാണ് നമ്മളുടെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ യൂസ് ചെയ്തിട്ട് ടേബിൾ നമ്മുടെ ഡേറ്റാബേസിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്